ഹലോ ഗൈസ്, അവൽ സുബൈക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. രാവിലെ 2 മണിയാവാൻ അയക്കുക ഗൈസ്. നമ്മള് ചെക്കന്മാരെല്ലാരെയും കൂട്ടിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. എന്നിട്ട് നേരെ രത്തിനമ്പാട് കൂട്ടിയിട്ട് നമ്മൾ പമ്പക്കാണ്ട് പോയി. എന്തിന്? എണ്ണ അടിക്കാൻ. അവിടുന്ന് നമ്മൾ നേരെ പാട്ടുപാടി ഫുഡ് കഴിക്കാൻ പോയി. ഈറ്റകളുടെ രണ്ടെണ്ണം പോണോക്കിയാ കല്യാണം കഴിഞ്ഞ മാപ്പിളയും പെണ്ണുങ്ങളും പോണായിരിക്കും. ഇതൊക്കെ കൂടി ഇപ്പൊ ചെരിഞ്ഞ് കെട്ടി പറഞ്ഞ വീഴാനുള്ള പോക്കാൻ തോന്നുന്നു. ഈ നടു റോഡിൽ ഈ ലൈറ്റ് ഒക്കെ പാട് കാണുമ്പോൾ നിങ്ങൾ ചോദിക്കാൻ എന്തോ വലിയ സംഭവമാണ്. പക്ഷെ ഒന്നുമില്ല. റെസ്റ്റോറന്റിൽ എത്തിയിട്ട് അൽഫാം പറഞ്ഞു. അൽഫാം വന്നപ്പോ എന്റെ എക്സ്പ്രഷൻ നോക്കിയാ 5 പൈസ തിന്നാൻ വരുന്ന കാര്യത്തിൽ ഓൻ കാണിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ. ഓഫ്, അതാണ്. ഇവിടെ ഒരു പ്ലേറ്റ് ചോർമയും പറഞ്ഞ് വാപ്പായിട്ട് തിന്നാണ്. അവസാനം പ്ലേറ്റ് ചോർമ വന്നപ്പോ 2 പൊറാട്ട കൂടി പറഞ്ഞു കവും കൂട്ടി തിന്നാൻ വേണ്ടി. ഈ കോടാലിയാണെങ്കിൽ ഒരു കുട്ടി കയറ്റാൻ വേണ്ടി കൈമ മന്ത്രിച്ചിട്ട് കിടക്കുകയാണ്. ഇങ്ങനത്തെ ഒരു ദുനിയാവിൽ ഇവനെ ഉണ്ടാവും. എന്റെ റബ്ബേ, തിന്നു കഴിഞ്ഞാൽ അൽഫാമിന്റെ എല്ലാം കണ്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നത്. അടുത്ത വെയിറ്റർ ഒക്കെ നോക്കുന്നത് എന്തേ നായി പോലത്തെ കളിക്കണ വെച്ചിട്ട്. വേറെ ഇതിനാണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ മാപ്പിന്റെ വലിയപ്പ ഏതാ വൈകാട്ടി ഏതോ വൈക്കോണെന്നാണ്ടാക്കി. എങ്ങനെക്കോ റൂമിലെത്താൻ നേരം കുറെ നായ്ക്കളും. അതൊക്കെ കഴിഞ്ഞ് രാവിലെ കിടന്നുറങ്ങി എണീച്ച് നോക്കാൻ വേണ്ടി നേരം ഉച്ച. തന്നെ സഡൻലി കൊച്ചു കോളേജ് കോട്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇംഗ്ലീഷാ. കണ്ണുമുറൊക്കെ നോക്കിയാൽ മര്യാദ കുറങ്ങായിട്ട് അങ്ങനെ അടക്കുമ്പോഴാണ് ആരിഫ എന്നൊരു വിളി. നോക്കുമ്പോ എപ്പോഴാണ് എന്റെ ഒരു ഫാനും പാനൊന്നും ഇല്ലാതെ നമ്മളെ നോമ്പുള്ള ഷെസിനാണ്. ക്ലാസ്സും കഴിഞ്ഞ് പുറത്തിരിക്കുമ്പോൾ ഒരുത്തനെ കാണണേ. ഈ റമദാൻ മാസത്തിൽ ഏറ്റവും നോമ്പൊക്കാത്ത മനുഷ്യണ്ടവനെ എന്ന് വീഡിയോ എടുക്കുമ്പോഴോ കോട്ടല് പൊട്ടിയ കൂറളിക്കാനൊക്കെ ഒരു കളിയും. എന്റെ മോക്കപ്പാട് നോക്കി ഞങ്ങള് നോമ്പെടുത്തൊരു വൈക്കായിട്ട് അങ്ങനെ നേരെ പള്ളിക്കാരോട്ട് നോമ്പും തുറന്ന് നിസ്കരിച്ചു. അങ്ങനെ ഫുഡ് കഴിക്കായിരുന്നപ്പോൾ ഈറ്റലുണ്ടാവും അടികൂട്ടാണ്. ആ പോത്തോലെ തന്നെ ചിക്കൻ പീസ് ആ ചോട്ട ചക്ക ചാമ്പി പോയി. അങ്ങനെ അവിടുത്തെ ഫുഡ് കഴിച്ച് നമ്മൾ നേരെ നോമ്പ് പോയി. അപ്പൊ അസ്സലാമു അലൈക്കും.